ഹൃദയം തുറന്ന് സ്വർഗത്തെ നോക്കി വിളിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യം. കർത്താവ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട യെരമ്യാവിനോട് പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, വലുതും മഹത്വരമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഹൃദയവേദനയിൽ നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്ന് കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരമരുളുമെന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ കാണുമെന്നും അവിടുന്ന് യെരമ്യാവിലൂടെ നമ്മോട് ശക്തമായി അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനം നമ്മോട് വീണ്ടും പറയുന്നു. 2 രാജാക്കന്മാർ 20 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഹിസ്കിയാ രാജാവ് രോഗക്കിടക്കലായപ്പോൾ ആമോസിന്റെ മകനായ ഏശയ്യാ പ്രവാചകൻ അവന്റെ അരികിലൊന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക. ഹല്ലേലൂയ. എന്നാൽ ഏശയ്യാ പ്രവാചകൻ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവൻ കണ്ണുകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ നിന്റെ മുൻപിൽ നീതിമാനായല്ലയോ ജീവിച്ചത്. ഹല്ലേലൂയ. ദൈവം തക്ഷണം അവരുടെ പ്രാർത്ഥന കേട്ടു. ഏശയ്യാ പ്രവാചകൻ അവന്റെ ഭവനം കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവൻ തിരികെ വന്നു അവനെ അനുഗ്രഹിക്കുകയും 15 വർഷം ദൈവം അവന്റെ ആയുസ് കൂട്ടിയ കാര്യം അവൻ അറിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒരു നീണ്ട പ്രാർത്ഥന ആവശ്യമില്ല പ്രിയ സഹോദരൻ. നിന്റെ ഹൃദയത്തിലെ പരമാർത്ഥത, നിന്റെ ഹൃദയം തുറന്നുള്ള കർത്താവിനോടുള്ള വിളി, അത് സ്വർഗം തുറന്ന് കർത്താവാ ദൈവം ശ്രവിക്കുവാനും നിന്നെ അനുഗ്രഹിക്കുവാനും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുവാനും കാരണമാകുന്നുവെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 42 മുതൽ 43 വാക്യങ്ങളിൽ നാം കാണുന്നു, നല്ല കള്ളൻ അവൻ പറഞ്ഞത് ഒന്ന് മാത്രമാണ്, കർത്താവേ, നീ പർദീസിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഹല്ലേലൂയ. ഈ കള്ളൻ ദീർഘമായി പ്രാർത്ഥിച്ചില്ല. അവൻ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചില്ല. ക്രിസ്തുവിന് തന്നെ രക്ഷിക്കുവാനും സ്വർഗ്ഗരാജ്യത്തിൽ തന്നെ ചേർക്കുവാനും കഴിയുമെന്ന് വിശ്വസിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് ഉത്തരമരുളി. ഹല്ലേലൂയ. പ്രിയരേ, ഒരു നിമിഷം പാപജീവിതം നയിച്ച് ക്രൂശിൽ ശിക്ഷിക്കപ്പെട്ടവൻ ഒരു നിമിഷം അവനോട് ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ശ്രമിച്ചു, സ്വർഗം അവന് നൽകി. ഹല്ലേലൂയ. ഇതാണ് പ്രിയരേ ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ സ്വഭാവവും. അവൻ നമ്മുടെ എളിമയുള്ള പ്രാർത്ഥന കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. ഹൃദയം തുറന്ന് വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നിശ്ചയം വിശ്വസിക്കുക. ഹല്ലേലൂയ.